സൂപ്പർ സ്റ്റാർഡം ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരുപാട് നടന്മാരുണ്ട്. അവരെല്ലാവരും ആ സ്റ്റാർഡത്തിനെ എങ്ങനെ എൻഹാൻസ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള ചിന്തയിലാണ് അവരുടെ തിരഞ്ഞെടുപ്പുകളും സിനിമകളും എല്ലാം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ടെംപ്ലേറ്റ് വിട്ടിട്ട് പോകാൻ ആരും അങ്ങനെ തയ്യാറാവാറില്ല. അവിടെ ഞാൻ കാണിച്ച മമ്മൂക്കായെ കാണിക്കുമ്പോൾ അത് തിയേറ്ററിന് പൊളിക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ സാറിന് ഹൈ കിട്ടുന്ന ഒരു ക്യാരക്ടറാണ് അത് എന്നുള്ള പൂർണ്ണ വിശ്വാസം സാറിനും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഓൾറെഡി ഒരു കോൺഫിഡൻസ് മമ്മൂക്ക ഇത് ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളൊരു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പക്ഷേ സിഗരറ്റ് വലിക്കുമോ ഇല്ലയെന്ന് ഒരു ചെറിയ സംശയമുണ്ട്. പക്ഷെ ഇത് ഡീറ്റെയിലും കിട്ടിക്കുമ്പോൾ അദ്ദേഹം അതിനകത്ത് ഓക്കെ ആയിരുന്നു ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ എനിക്കിത് കണ്ടു ആ പുള്ളി കാണിച്ച കണ്ട എന്താണെന്ന്. അച്ഛൻ്റെ ഒരു ക്യാരക്ടറും പല ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് എടുത്തിട്ടാണ് ഈ ഒരു നത്തം എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മൾ. നത്തം എന്ന് പറയുന്നത് അച്ഛനല്ല, അങ്ങനെയല്ല സാറേ. നത്തം എന്ന് പറഞ്ഞാണ്ടല്ലോ ഇത് ഭയങ്കര ബുദ്ധിയുള്ള ഒരു പക്ഷിയാണ്. ഇത് ഇങ്ങനെ പതിയെ കയറുന്ന അവസാനം ഈ ഇരകളെ പിടിക്കുന്ന ഒരു സിസ്റ്റം. അച്ഛനൊപ്പം സിനിമ റിലീസായതിനു ശേഷം അച്ഛൻ മിണ്ടിയിട്ടില്ല. അല്ല, ആ ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പൊ നമ്മള് കാണുന്ന റിയൽ ലൈഫ് ഞാൻ ഒരു പരുവത്തിലാണ് കൊണ്ട് നടക്കുന്നത്. അല്ല, പക്ഷെ യമൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞ കാര്യം നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല. ഞാൻ നല്ല സാധനം കൊണ്ടുവന്നത് ജിതിനാണ് തുടങ്ങിയത്. അദ്ദേഹത്തിന്